everyone, I am Sona. Welcome back to my YouTube channel. ഇന്ന് നമ്മൾ 10th ബയോളജി ഫസ്റ്റ് ചാപ്റ്റർ ജെനറ്റിക്സ് ഓഫ് ലൈഫ് ആണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനിമേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്, ഈസി സ്റ്റഡി ടിപ്സ്, ടെസ്റ്റിലുള്ള എല്ലാം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, എന്താ പഠിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ ഉണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളത്. ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേപ്പറിൽ നോട്ട് ചെയ്തതിന് ശേഷം അതെന്ത് ചെയ്യുക, എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് എന്ത് നോക്കാം, അതേപോലെ ഈ ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടുന്നുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. വലിയ പേടിക്കാനൊന്നുമില്ല, നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. ഒരു വീഡിയോ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിൻ്റെ എല്ലാം ആ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരിക്കും, ആൻസർ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ പാഠഭാഗം സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് ലേഡീസിനെ കാണിച്ചുകൊണ്ടാണ് അല്ലേ. ആരാണ് ഇവരാരാണ്? നമ്മുടെ അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു DNA പിക്ചർ കാണിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു കത്രിക കാണിക്കുന്നുണ്ട്. എന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കാം, അതായത് നമ്മുടെ എന്തോ ഒരു ടെക്നോളജി കണ്ടുപിടിച്ചതുമായി ബന്ധപ്പെട്ട് 2020 നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഇവർ കേട്ടോ. അപ്പോൾ എന്തിനായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക, ഒരു DNA പിക്ചറും ഒരു സിസറൊക്കെ കാണിക്കുന്നതിനനുസരിച്ച് എന്തോന്നായിരിക്കും, DNA മുറിക്കാനോ എന്ന് വെച്ചാൽ നമ്മുടെ ജീൻ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവർക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. അപ്പം എന്താ, ഈ പിക്ചർ മനസ്സിലങ്ങ് ഓർത്ത് വെച്ചാൽ ജീൻ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് 2020 നോബൽ പ്രൈസ് കിട്ടിയ രണ്ട് വ്യക്തികളുടെ പിക്ചറാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ കാണുന്നത് കേട്ടോ. അവരുടെ പേര് നോക്കിയാൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്, ജെനിഫർ എ ബിയോട്ട്നായും അതേപോലെ ഇമാനുവലെ ഷെർപ്പൻജിയർ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളാണ് ഇവർ. അവർക്ക് എന്ത് ചെയ്തു, കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ട് 2020 നോബൽ പ്രൈസ് ലഭിച്ചു. ഇവർ കണ്ടുപിടിച്ച ആ ജീൻ ടെക്നോളജി, CRISPR-Cas9 എന്ന് പറയുന്ന ടെക്നോളജിയാണ് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത്, കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ. ഞാനിവിടെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രീൻ കളർ ഉപയോഗിച്ചിട്ട് അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്. അത് മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. ഇനി ഇത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ജീൻ ഡിസീസ് തെറാപ്പിക്കും അതേപോലെ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ ക്യാൻസറിനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ കുഞ്ഞിലെ ജനിക്കുന്ന കുട്ടികൾക്ക് ജെനറ്റിക്സ് പരമായിട്ട് ജീൻ വഴി ട്രാൻസ്ഫർ ആവുന്ന ചില അസുഖങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അസുഖങ്ങളുടെ ട്രീറ്റ്മെൻറ്റിനും നമ്മുടെ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിനും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ വീഡിയോസ് എഡിറ്റ് ചെയ്യില്ലേ, വീഡിയോസിൽ ആവശ്യമുള്ള കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യും, കൂട്ടിച്ചേർക്കും. നല്ല സോങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോസിനുള്ളിൽ കൂട്ടിച്ചേർക്കില്ലേ. അതേപോലെ വീഡിയോൻ്റെ ഉള്ളിൽ എന്തോ ഒരു അബദ്ധത്തിൽ എന്തോ ഒരു കാര്യം പെട്ടുപോയി, നമ്മളത് എന്ത് ചെയ്യും, മുറിച്ച് മാറ്റും. അതേ മെത്തേഡ് തന്നെ ഹ്യൂമനിൽ എന്ത് ചെയ്യുക, ജീൻ ഇത്തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നല്ല ബുദ്ധിമാരായിട്ടുള്ള നല്ല ആരോഗ്യമുള്ള ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ഏറ്റവും വലിയ കണ്ടുപിടുത്തമല്ലേ ഇത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കണ്ടുപിടുത്തം നടത്തിയതിനാണ് 2020 എന്ത് ചെയ്തിട്ടുള്ളത്, ഇവർക്ക് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. ഇനി അടുത്ത് നോക്കിയ ഒരു പെൺകുട്ടി ആലോചിക്കുവാണല്ലേ, ക്യാൻ ഈവൻ സീ ജീൻസസ് ദെൻ ഹൗ ഇറ്റ് ബി എഡിറ്റഡ്. നിങ്ങൾക്ക് ഇത് കേട്ടപ്പം തോന്നിയായിരുന്നു, ഞാൻ കുറച്ച് മുമ്പേ അത് വായിച്ചപ്പോൾ തോന്നിയായിരുന്നു, കാണാനേ പറ്റുന്നില്ല ജീനിനെ, പിന്നെ എങ്ങനെയാണ് ഇതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റുകയെന്ന്. ഈ പെൺകുട്ടി ഇത് ചോദിച്ചതിൻ്റെ പേരിൽ നമ്മളൊരു പാഠം ഫുള്ള് പഠിക്കേണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇതിനു മുമ്പേ സംശയങ്ങളുടെ രാജാവായിട്ടുള്ള ഒരാളുണ്ടായിരുന്നല്ലോ, ആപ്പിൾ എന്തിനാ താഴേക്ക് വീണിയെന്ന് ആലോചിച്ച ഒരാൾ ഇതേപോലെ ഒരു ഹാമർ എടുക്കേണ്ട വരുമല്ലേ. ഇനി നമുക്ക് പാഠത്തിലേക്ക് പോകാം. ഓക്കെ, ഹ്യൂമൻ സെല്ലിൻ്റെ അകത്ത് നമുക്ക് ഈ ഹ്യൂമൻ സെല്ല് കണ്ടിട്ട് കുറേ ബബിൾസ് ഒക്കെ എന്തൊക്കെയുണ്ടല്ലേ, അതൊന്നും ആവശ്യമില്ല കേട്ടോ. അതിന് നടുക്കുള്ള ആ ഒരു കുഞ്ഞു വലിയ ബബിളില്ലേ, ഒരു എന്താ നമ്മളെ ഫുട്ബോൾ പോലെ കിടക്കുന്നത്, അതാണ് നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അതിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ, ഇവിടെ റൗണ്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ ന്യൂക്ലിയസിനെ എൻ്റെ അകത്ത് എക്സ് ആയിട്ട് കാണുന്നില്ലേ, ഇതിനെയാണ് നമ്മൾ ക്രോമസോംസ് എന്ന് വിളിക്കുന്നത്. ക്രോമസോം ഓക്കെ, പറഞ്ഞു അവരത് നമ്മുടെ സ്വഭാവമൊക്കെ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ ക്രോമസോമില്ല. അപ്പം നമുക്ക് ക്രോമസോമിൻ്റെ അടുത്ത് ചോദിക്കണം അല്ലേ, ഒന്ന് നന്നായി കൂടെ ഒന്ന് ചോദിക്കണമെന്നുണ്ടോ. ഓക്കെ, അപ്പം എന്ത് ചെയ്യാം, നമ്മൾ CRISPR-Cas9 എടുത്ത് നമുക്കൊന്ന് എഡിറ്റ് ചെയ്ത് നന്നാക്കേണ്ട വരുമെന്ന് തോന്നുന്നു അല്ലേ. ചില സമയത്തൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്, എന്ത് പഠിച്ചാലും തലയിൽ കയറുന്നില്ലല്ലോ, കുറച്ചൊന്ന് മെമ്മറി കാർഡ് പോലെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നല്ലേ. നമ്മുടെ ഈ ക്രോമസോമിൽ അത്തരത്തിലുള്ള എഡിറ്റിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമ്മളെ ബ്രെയിൻ അതായത് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓർമ്മിക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട ആദ്യം നോബൽ പ്രൈസ് കിട്ടിയ രണ്ടുപേരെ പരിചയപ്പെട്ടില്ലേ, അവരെ കണ്ടത്. ഓക്കെ, അത് ക്രോമസോംസ് ആണ് ഈ XX ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണുന്നത് നല്ല വ്യക്തമായിട്ട്. ഇനി ഒരു എക്സിനെ എടുത്താലോ, എക്സ് അങ്ങ് നൂല് പോലെ കെട്ടി
കെട്ടി വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ ഈ തുണിയുടെയൊക്കെ നൂലിങ്ങനെ ഇളക്കി ലാസ്റ്റ് ആകുമ്പോൾ എല്ലാ നൂലും നഷ്ടപ്പെടില്ല, അതേപോലെ നൂലുകൾ കൂട്ടമാക്കി വെച്ചിരിക്കുന്നത് ആ എക്സ് എന്ന് പറയുന്നത്. ആ ഓരോ നൂലും ഒന്ന് വലുതാക്കുമ്പോൾ എന്താ കാണുന്നത്? കുറേ ഏണിപ്പടി പോലെ കാണുന്നുണ്ട് അല്ലേ? നമ്മുടെ ഈ ഏണിപ്പടി പോലെ കാണുന്നതിനെയാണ് നമ്മൾ DNA എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം എന്താ കണ്ടത്? സെല്ലിന്റെ അകത്തൊരു ന്യൂക്ലിയസ്, ഒരു ബോൾ പോലെ കിടന്നു, അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ എന്ത് കണ്ടു? XX ആയിട്ട് കിടന്നു, അതിനെ നമ്മൾ ക്രോമസോം എന്ന് വിളിച്ചു. ആ ക്രോമസോം എന്ത് ചെയ്തു? ഒന്ന് നീട്ടി വലിച്ചൊന്ന് വലുതാക്കി കണ്ടപ്പോൾ നമുക്ക് എന്ത് കിട്ടി? DNA കിട്ടി. ഇനി മറന്നു പോകുമോ DNA എവിടെയാ ഉള്ളതെന്ന്? DNA സെല്ലിനുള്ളിൽ ന്യൂക്ലിയസിന്റെ അകത്ത് ക്രോമസോമുകളിലാണ് എന്തുള്ളത്? DNA ഉള്ളത്. ഒരു പിക്ചർ വഴി എന്നെ മനസ്സിലേക്ക് അത് കയറിയില്ലേ? ഇനി നോക്കിയേ, നമ്മുടെ സ്ട്രക്ചർ ഓഫ് DNA. ഇനി മുതൽ നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാണ് കേട്ടോ. രണ്ട് നല്ല ഭംഗിയുള്ള ആളുകൾ ഞാൻ വരച്ചതാണ് കേട്ടോ. രണ്ട് നല്ല ഭംഗിയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നത്? എക്സ്റേ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്ത് ചെയ്യുമായിരുന്നു? ഒരു എക്സ്പെരിമെന്റ് നടത്തുമായിരുന്നു. ആ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവർക്കൊരു പിക്ചർ കിട്ടി. ആ പിക്ചർ അങ്ങ് സൂക്ഷിച്ചു വെച്ചു. ഓക്കെ, ഈ പിക്ചർ എടുത്തിട്ട് എന്ത് ചെയ്തു? ഇവിടെ ഒരു ബോ പോലെ രണ്ടുപേരെ തലകൾ തമ്മിൽ മുട്ടിച്ച് വരച്ചിരിക്കുന്ന കണ്ടില്ലേ? ഫ്രാൻസിസ് ക്രിക്കും അതേപോലെ ജെയിംസ് വാട്സണും ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ആ പിക്ചർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് കണ്ടുപിടിച്ചത്? നമ്മുടെ ഇന്നത്തെ DNA മോഡലായിട്ടുള്ള ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA കണ്ടുപിടിച്ചത്. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? അണ്ടർലൈൻ ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. 1953 ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA കണ്ടുപിടിച്ച ആളുകളാണ് ഫ്രാൻസിസ് ക്രിക്ക് ആൻഡ് ജെയിംസ് വാട്സൺ. ഇത്രയും പഠിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ ഇതിൻ്റെ അകത്ത് നിന്ന്. ഇനി എക്സ്റേ ഡിഫ്രാക്ഷൻ കണ്ടുപിടിച്ചത് ആരൊക്കെയായിരുന്നു? റോസലിൻ ഫ്രാങ്ക്ലിനും മൗറീസ് വിൽക്കിൻസും ആയിരുന്നു എന്ത് ചെയ്തത്? എക്സ്റേ ഡിഫ്രാക്ഷൻ. ആദ്യം രണ്ട് ഭംഗിയുള്ള ആളുകളെ ടീച്ചർ വരച്ചിരുന്നില്ലേ? ആ രണ്ട് ആളുകളാണ് ഇവർ തമ്മിലാണ് ആദ്യം എന്ത് ചെയ്തത്? എക്സ്റേ ഡിഫ്രാക്ഷൻ ചെയ്തത്. ഇവരായിരുന്നു എന്ത് ചെയ്തത്? ഒരു പിക്ചർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പിക്ചർ ഉപയോഗിച്ചു കൊണ്ടായിരുന്നു ആരൊക്കെ? ഫ്രാൻസിസ് ക്രിക്ക് എന്ന് ഓർത്തിരുന്നാൽ മതി. ഫ്രാൻസിസ് ക്രിക്കും ജെയിംസ് വാട്സണും ചേർന്നിട്ട് എന്ത് ചെയ്തത്? നമ്മുടെ ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA കണ്ടെത്തിയത് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഈ 4 വ്യക്തിത്വങ്ങളിൽ മൗറീസ് വിൽക്കിൻസിനും ഫ്രാൻസിസ് ക്രിക്കിനും ജെയിംസ് വാട്സണും ഈ ഒരു കണ്ടുപിടുത്തത്തിന്റെ പേരിൽ നോബൽ പ്രൈസ് കിട്ടി. ആദ്യം പിക്ചർ ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത്. അപ്പം എന്ത് ചെയ്തു? എല്ലാവർക്കും എന്ത് ചെയ്തു? നോബൽ പ്രൈസ് കൊടുത്തു. പക്ഷെ ആ ലേഡിക്ക് മാത്രം കിട്ടിയില്ല അല്ലേ? കാരണം നോബൽ പ്രൈസ് കിട്ടുന്നതിന് മുമ്പേ എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? മരിച്ചുപോയി കേട്ടോ. 1962 നോബൽ പ്രൈസ് കൊടുത്തത്. ഒരു ഡൗട്ട് വരില്ലേ? എത്രയും കഷ്ടപ്പെട്ടൊരു എക്സ്പെരിമെന്റ് ചെയ്തത്, നോബൽ പ്രൈസ് മരിച്ചാലും കൊടുത്തുകൂടായിരുന്നു? അപ്പം നമുക്ക് ഗൂഗിൾ ചേച്ചിയുടെ അടുത്ത് ചോദിക്കാം. ചേച്ചി പറയുക, നോബൽ പ്രൈസ് എന്ത് ചെയ്യില്ല, മരിച്ചു കഴിഞ്ഞാൽ കൊടുക്കില്ല. പക്ഷേ മരിക്കുന്ന, അതായത് ഇവർ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ആള് ജീവനോടെ ഉണ്ടെങ്കിൽ എന്ത് കൊടുക്കായിരുന്നു? നോബൽ പ്രൈസ് കൊടുക്കായിരുന്നു കേട്ടോ. നമ്മൾ ചുമ്മാ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് ആ കാര്യം കൂടെ ഒന്ന് അറിഞ്ഞതേ ഉള്ളൂ കേട്ടോ. ആ പഠിക്കാനൊന്നും ഉള്ളതെന്നല്ല. നമുക്ക് പഠിക്കാൻ അതിൻ്റെ ഉള്ളിൽ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊന്നാണ്? ഡബിൾ ഹെലിക്കൽ മോഡൽ കണ്ടുപിടിച്ചത് ആരൊക്കെയാണ് എന്നുള്ള ക്വസ്റ്റ്യൻ വേണം കേട്ടോ. ഫ്രാൻസിസ് ക്രിക്കും അതേപോലെ ജെയിംസ് വാട്സണുമാണ്. ഇനി നോക്കിക്കോ, നമ്മുടെ DNA സ്ട്രക്ചറിലേക്ക് പോവുക. DNA സ്ട്രക്ചർ വരയ്ക്കാൻ ഭയങ്കര എളുപ്പം. അതായത് ടീച്ചർ വരയ്ക്കുന്ന പോലെ അങ്ങ് വരച്ചുകൊണ്ടാൽ മതി. ഓക്കെ, വൺ സൈഡ് ഇങ്ങനെ വരയ്ക്കുക, സെക്കൻഡ് സൈഡ് എന്ത് ചെയ്യുക? കറക്റ്റ് ഒരു ഏണിയെ പോലെ എന്ത് ചെയ്യുക? അങ്ങോട്ട് വരയ്ക്കുക. വരയ്ക്കുമ്പോൾ ഈ കിട്ടിയില്ലേ, ഈ ഔട്ടർ ലൈൻ മേഡ് ചെയ്തിട്ടുള്ളത് ഷുഗറും ഫോസ്ഫേറ്റും ഉപയോഗിച്ചാൽ. അപ്പോൾ ഈ ഔട്ടറായിട്ട് നമ്മളിപ്പോൾ വരച്ച ലൈൻ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാ? ഷുഗർ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അല്ലേ? എല്ലാത്തിലും ഇടാൻ വേണ്ടി ഇഷ്ടമുള്ള സാധനം ഷുഗർ. അതുപോലെ തന്നെ ഫോസ്ഫേറ്റും കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി ഇതിനെ ഒന്ന് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതിലെ ഓരോ കട്ടയും നമ്മളിപ്പോൾ വീടിൻ്റെ ഒരു മതിൽ നിർമ്മിക്കുന്നു. മതിൽ ഫുള്ളായിട്ട് കാണുമല്ലേ? മതിലിൻ്റെ ഓരോ കട്ടകളും കാണില്ലേ? ആ കട്ട പോലെ ഇതിൻ്റെ ഒരു കട്ട എടുത്ത് നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇതേപോലത്തെ മെത്തേഡിലായിരിക്കും കിട്ടുന്നത് കേട്ടോ. ഇപ്പോൾ ഷേപ്പൊക്കെ ഒന്ന് ഓർത്തിരിക്കണം, കാരണം ചിലപ്പോൾ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യും? വരപ്പിക്കും കേട്ടോ. ആ യെല്ലോ കളറിൽ കാണുന്നത് ഫോസ്ഫേറ്റും ബാക്കിയുള്ളത് എന്താണ്? ഷുഗറും ആണ്. മറന്നു പോകരുത്. ഷുഗർ എപ്പോഴും ക്രിസ്റ്റൽ മോഡലല്ലേ? നമ്മളെ കുപ്പികളിലൊക്കെ നിറച്ചിരിക്കുമ്പോൾ കണ്ടിട്ടില്ലേ ക്രിസ്റ്റൽ മോഡൽ? ആ ക്രിസ്റ്റൽ ഷേപ്പിൽ വരച്ചിട്ടുള്ളത് ഷുഗറും അതേപോലെ തന്നെ ബാക്കി യെല്ലോ സ്പോട്ട് പോലെ കാണിച്ചിട്ടുള്ളത് ഫോസ്ഫേറ്റും ആണ്. ഇനി എന്താ വേണ്ടത്? എനിക്ക് പടികൾ വേണം അല്ലേ കയറാൻ വേണ്ടിയിട്ട്? പടികൾ വരച്ചാലോ? പടികൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചോ, 2 കളറുകൾ തമ്മിലാണ് ഒരു പടിയിലേക്ക് വരുന്നത്. അതായത് 2 മോളിക്യൂൾസ് തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഓരോ പടിയും നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനെ നമ്മൾ പറയുന്നത് റക്സ് എന്നാ പറയുന്നത്. എന്തെന്നാ പറയുന്നത്? റക്സ്. ഇനി ഇതിന്റെ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഇത് നിർമ്മിച്ചിട്ടുള്ളത് നൈട്രജൻ ബേസ് കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നിർമ്മിച്ചിട്ടുള്ളത്. ഏതൊക്കെ നൈട്രജൻ ബേസാണ് ഉള്ളത്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ സ്പെല്ലിംഗ് സഹിതം നോക്കിക്കോണം. അടുത്ത്
നമ്മൾ ഈ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേന് പാട്ട് പറഞ്ഞാണെങ്കിൽ പറഞ്ഞു നടന്നാൽ മതി. നമ്മൾ താഴെ തലയിലോട്ട് കയറിക്കണം. അഡിനിൻ തൈമിൻ ഗുവാനിൻ സൈറ്റോസിൻ, അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ഇനി നോക്കിയേ ഏതൊക്കെ തമ്മിൽ ജിയും സിയും തമ്മിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പെയർ ആവുകയുള്ളൂ. അതേപോലെ എയും ടിയും തമ്മിൽ അറ്റൊന്ന് ഓർത്താൽ മതി. ഐ എം അറ്റ് ദ ഓഡിറ്റോറിയം അറ്റ് 10 o'clock എന്നൊക്കെ പറഞ്ഞിട്ട് അറ്റൊന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. അപ്പം എന്ത് ചെയ്യാം, അറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് ഓർക്കാം. ബാക്കിയുള്ളത് ജിയും സിയും അല്ലേ. ഇനി ജിയും സിയും തമ്മിൽ എത്ര പെയറിങ് ബോണ്ടാണെന്ന് നോക്കിയേ, ട്രിപ്പിൾ ബോണ്ടാണ് അവർ തമ്മിലുള്ളത് കേട്ടോ. എയും ടിയും തമ്മിൽ ഡബിൾ ബോണ്ട്. അറ്റിന് അത്ര വലിയ ബോണ്ട്, ഇത്തിരി ബോണ്ട് കുറവാണെന്ന് തോന്നുന്നു. ഓക്കെ, അടുത്ത് നോക്കിയേ. ഇനി റക്സ്, ഇതിൽ ഓരോ കളർ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. രണ്ടുപേർ ചേർന്നിട്ട് ഓരോ പെയർ ആവുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ എയും ടിയുടെയും ഒരു പെയർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നേരത്തെ വരച്ചില്ലേ ആ DNA ഒന്ന് ജസ്റ്റ് കാണിച്ചിരുന്നതാണ് കേട്ടോ. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കാണിച്ചിരുന്നതാണ്. ഇനി നോക്കി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഈ ഒരു പോർഷൻ വെരി ഇമ്പോർട്ടൻ്റ്. ഇതിലുള്ള ഓരോ വരിയും ഓരോ ക്വസ്റ്റ്യൻ ആണെന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഓർത്തേ, ഈ സ്ട്രാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വരച്ചില്ലേ ഔട്ടർ ലൈൻ, എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്? സ്ട്രാൻസ് എന്തൊക്കെ കൊണ്ടിട്ടാണ് ഉണ്ടാകുന്നത്? ഷുഗറും ഫോസ്ഫേറ്റ്, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഷുഗർ ക്രിസ്റ്റൽ മോഡൽ, ഫോസ്ഫേറ്റ് യെല്ലോ ഷേപ്പ്. ഓക്കെ, അടുത്ത എന്ത് ചെയ്യുക, റക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നാണ്, നമ്മൾ ആ കയറുന്ന പടികൾ എന്തുപയോഗിച്ചിട്ടാണ്? ഫോർമേഷൻ ബൈ ദ പെയറിംഗ് ഓഫ് ദ നൈട്രജൻ ബേസ് ഉപയോഗിച്ചിട്ടാണ് ഫോം ചെയ്തത്. നൈട്രജൻ ബേസ് ഏതൊക്കെയാണ്? ആ സൈഡിൽ തന്നെയുണ്ട്. നൈട്രജൻ ബേസ് ഏതൊക്കെയാണ്? അഡിനിൻ തൈമിൻ ഗുവാനിൻ സൈറ്റോസിൻ. ഇനി നോക്കിയേ, നമ്മുടെ ഈ ഒരു പിക്ചറിന്റെ ചുറ്റുമുള്ള ഓരോന്നും ആ യെല്ലോ കളറിനെയാണ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ സൈഡിലേക്ക് പോകുന്നില്ലേ ഒരു ആരോ പോലെ, അതാണ് നൈട്രജൻ ബേസ്. താഴെയുള്ളതാണ് ഡിയോക്സി റൈബോ ഷുഗർ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ടൈപ്പ് ഷുഗർ ആണ് നമ്മുടെ DNA-യിലുള്ളത് എന്ന് എടുത്ത് ചോദിക്കും കേട്ടോ. ഹ്യൂമൻ DNA-യിലുള്ളത് ഏതാണ്? ഡിയോക്സി റൈബോ ഷുഗർ ആണ് ഉള്ളത്. ഇനി നോക്കിയേ, ഈ DNA-യുടെ മോഡൽ ഏതാണ്? ഡബിൾ ഹെലിക്സ് മോഡൽ ആണ്. ഇനി ന്യൂക്ലിയോടൈഡ് എന്താണെന്നൊരു ക്വസ്റ്റ്യൻ വരാം. ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA. നമ്മുടെ വീട് ഉണ്ടാകുന്നത് ബേസിക് എന്താണെന്ന് ഒരു കല്ല് ഉപയോഗിച്ചിട്ടാണ് അല്ലേ, മുകളിലോട്ട് കെട്ടി. അതേപോലെ DNA-യുടെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഏതാണെന്നൊരു ക്വസ്റ്റ്യൻ വരും. ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അപ്പോൾ ഉടനെ തന്നെ എഴുതിക്കോണം. ഏതാണ്? നമ്മുടെ ന്യൂക്ലിയോടൈഡ് ആണ്. ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA ഏതാണെന്ന് ചോദിച്ചാൽ ഉടനെ എഴുതിക്കോണം. എന്തൊന്നും എഴുതിക്കോണം? ന്യൂക്ലിയോടൈഡ്സ് ആണെന്ന് എഴുതിക്കോണം കേട്ടോ. ഇനി ഇത് ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? നമ്മുടെ തൊട്ട് താഴെ കാണില്ലേ പിക്ചർ, ആ പിക്ചറിലുള്ള എല്ലാ കാര്യങ്ങളും അത് എടുത്ത് പറഞ്ഞാൽ മതി. ഓക്കെ, എന്തൊക്കെയാണ്? ഫോസ്ഫേറ്റ് ഉണ്ട്, നൈട്രജൻ ബേസ് ഉണ്ട്, അതേപോലെ ഡിയോക്സി റൈബോ ഷുഗർ ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്. അപ്പം നമ്മുടെ ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? നൈട്രജൻ ബേസ് ഉണ്ട്, ഡിയോക്സി റൈബോ ഷുഗർ ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്. ഓക്കെ, കാര്യങ്ങൾ അത്രയും മനസ്സിലായോ? ഇനി നോക്കിയാൽ നമുക്കൊരു വർക്ക്ഷീറ്റിലേക്ക് പോവാം. ഈ വർക്ക്ഷീറ്റിലെ ഓരോ ക്വസ്റ്റ്യനും വായിക്കുക, സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, ഒരു പിക്ചറിന്റെ സഹായത്തോടു കൂടി തന്നെ കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് ഇൻ DNA-യിൽ എത്ര സ്ട്രാൻഡ്സാണ് ഉള്ളത്? ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കി എത്ര ഉള്ളതെന്ന്. നമുക്ക് ആൻസറിലേക്ക് പോവാം. ഓക്കെ, ഈ പിക്ചർ വെച്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. ഒരു സൈഡിലേക്ക് വരച്ചു, പിന്നെ എന്ത് ചെയ്തു, രണ്ടാമത്തെ സൈഡിൽ. അപ്പൊ എത്ര സ്ട്രാൻഡ്സാണ് ഉള്ളത്? 2 സ്ട്രാൻഡ്സാണ് ഉള്ളത്. ഓക്കെ, മോളിക്യൂൾസ് യൂസ്ഡ് ടു മേക്ക് സ്ട്രാൻഡ്സ്. ഈ സ്ട്രാൻഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത് ഔട്ടർ ലൈൻ ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ മോളിക്യൂൾസ് ആവശ്യമെന്നാണ് നമ്മൾ പറഞ്ഞത്? ഓർത്ത് പറഞ്ഞ ഏതൊക്കെയാണ് ആവശ്യം? ഷുഗറും ഫോസ്ഫേറ്റും അല്ലേ. ആ യെല്ലോ കളറിൽ കാണുന്നതാണ് ഫോസ്ഫേറ്റ്, ആ ക്രിസ്റ്റൽ പോലെ കാണുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഷുഗർ എന്ന് പറയുന്നത്. അത്രയുള്ള കാര്യം. നമുക്ക് മോളിക്യൂൾസ് യൂസ്ഡ് ടു മേക്ക് റക്സ്. അപ്പൊ എന്താണ് റക്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാ മോളിക്യൂൾസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്? എന്താണ്? നൈട്രജൻ ബേസ് ആണ് അല്ലെ. നൈട്രജൻ ബേസ് ഉപയോഗിച്ചുകൊണ്ടാണ് റക്സ് നിർമ്മിച്ചിട്ടുള്ളത്. ആ കളറുകൾ ഓർത്തത്, പടികൾ നിർമ്മിച്ചിട്ടുള്ളത് നൈട്രജൻ ബേസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഏതൊക്കെ നൈട്രജൻ ബേസ് ആണെന്ന് ഇതിൽ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. തൊട്ടടുത്തുള്ള ക്വസ്റ്റ്യൻ അതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നൈട്രജൻ ബേസ് ഏതൊക്കെയാണ്? അഡിനിൻ ഉണ്ട്, തൈമിൻ ഉണ്ട്, ഗ്വാനിൻ ഉണ്ട്, സൈറ്റോസിൻ ഉണ്ട്. സ്വന്തമായിട്ട് ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. അടുത്ത് നോക്കിയേ, ഞാനിവിടെ ഫുള്ള് എഴുതിയിട്ടില്ല. അതിന്റെ ഷോർട്ട് ഫോംസ് ATGC മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ. അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എഴുതിക്കുന്നത്. ഫോർമേഷൻ ഓഫ് റക്സ് ഏതൊക്കെയാണ്? എങ്ങനെയാ ഫോം ചെയ്യുന്നത്? ആ പടികൾ എങ്ങനെയാ ഫോം ചെയ്യുന്നത്? നൈട്രജൻ ബേസുകൾ തമ്മിൽ പെയർ ചെയ്തിട്ടാണ് അല്ലെ. രണ്ടുപേരും ചേർന്നിട്ട് 2 കളറാ ഒരു പടിയിലുണ്ടായിരുന്നു. അപ്പൊ പെയർ ചെയ്യുക, 2 നൈട്രജൻ ബേസ് പെയർ ചെയ്തിട്ട്, പെയറിംഗ് ഓഫ് ദ നൈട്രജൻ ബേസ്. മോളിക്യൂൾസ് ഓഫ് ദ നൈട്രജൻ ബേസ് പെയറിംഗ്സ്. മോഡ് ഓഫ് നൈട്രജൻ ബേസ് എങ്ങനെയാ ഫോം ചെയ്യുന്നത്? ജിയും സിയും തമ്മിൽ ട്രിപ്പിൾ ബോണ്ടാ. ഭയങ്കര ബന്ധമാണ് ജിയും സിയും തമ്മിൽ. അങ്ങനെയൊന്നും മുറിച്ച് കളയാൻ പറ്റില്ല കേട്ടോ. എയും ടിയും തമ്മിൽ അത്ര വലിയ ബന്ധമൊന്നുമില്ല. നമ്മുടെ ജിയും സിയുടെ അത്ര വലിയ ബന്ധമില്ല, എന്നാലും ഡബിൾ ബോണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക, ആ രീതിയിൽ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചിരിക്കുക. ഇനി മോളിക്യൂൾസ് ഇൻ ദ ന്യൂക്ലിയോടൈഡ് ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. നമ്മുടെ ഈ സൈഡ് ബോർഡറിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്ന് ആലോചിച്ച്. ഏതൊക്കെയാ ബോർഡറിൽ ഉണ്ടായിരുന്നത്? ഷുഗറും
ഫോസ്ഫേറ്റ് ആണ് ഉണ്ടായിരുന്നത് അല്ലേ. ഇനി ആ ഒരു പടീനെ എന്തെന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്, നൈട്രജൻ ബേസ് എന്ന്. ഇനി ആ ഷുഗറിന്റെ പേര് എന്തോന്നായിരുന്നു, ഡിയോക്സി റൈബോ ഷുഗർ. ഓക്കെ, അത്രയുള്ള കാര്യം. ഓക്കെ, ഇനി 3 തന്നെയാണ്. അപ്പോൾ ന്യൂക്ലിയോടൈഡ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആ പിക്ചർ അങ്ങ് ഓർത്താൽ മതി, ഇതിൻ്റെ ഉത്തരം കിട്ടുക. ലെറ്റ്സ് ചെക്ക് ഔട്ട് അവർ നോളജ്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇപ്പോൾ എന്തൊക്കെ പഠിച്ചു എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വർക്ക് ഷീറ്റാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് തന്നിട്ടുണ്ട്, അതിൽ ABC എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് എന്തൊക്കെയാണെന്ന് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. അപ്പോൾ ഒരു കുറച്ച് ടൈം തരാം. എന്ത് ചെയ്യുക, വേഗം എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. സമയം തികഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക കേട്ടോ. ഓക്കെ, നോക്കാം എന്തൊക്കെയാണ്. നൈട്രജൻ ബേസ് A ആണ്, B എന്തോന്നാണ്, ഡിയോക്സി റൈബോ ഷുഗർ ആണ്, C എന്തോന്നാണ്, ഫോസ്ഫേറ്റ് ആണ്. ഓക്കെ, കിട്ടിയില്ലേ ആൻസർ. അടുത്ത് നോക്കിയാൽ കിട്ടാത്തവർ പേടിക്കേണ്ട, അത് എന്ത് ചെയ്താൽ മതി, വീണ്ടും അത് ഒരു പ്രാവശ്യം കൂടെ എന്ത് ചെയ്താൽ മതി, ട്രൈ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഇന്ന് മനസ്സിലായില്ല, നാളെ ഒരു പ്രാവശ്യം കൂടെ ഇതേ ക്വസ്റ്റ്യൻസ് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഡ്രോ DNA സ്ട്രക്ചർ. DNA സ്ട്രക്ചർ എന്ത് എളുപ്പം അല്ലേ, ആ ബോർഡർ വരയ്ക്കുക, ആ സ്റ്റെപ്സ് വരയ്ക്കുക, എന്ത് എളുപ്പമാണ്. റൈറ്റ് ദ മോളിക്യൂൾസ് യൂസ്ഡ് ടു മേക്ക് സ്ട്രാൻഡ്സ് ആൻഡ് റങ്സ്. അതായത് സ്ട്രാൻഡ്സ് എന്ത് ചെയ്യുക, സൈഡ് ബോർഡറിൽ എന്തൊക്കെ മോളിക്യൂൾസാണ് യൂസ് ചെയ്തിട്ടുള്ളത്, പടിയിൽ എന്തൊക്കെ മോളിക്യൂൾസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്ത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ പറഞ്ഞു, ആൻസർ പറഞ്ഞോ, ഇതായി കിടക്കുന്നുണ്ട് ആൻസർ. എന്താണ്, സ്ട്രാൻഡ്സ് എന്താണ്, ഷുഗറും ഫോസ്ഫേറ്റും ആണ്. റക്സിനകത്ത് എന്താ ഉള്ളത്, നൈട്രജൻ ബേസ് ആണ് ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് നൈട്രജൻ ബേസ് പെയേഴ്സ്. ഓക്കെ, നൈട്രജൻ ബേസ് പെയർ ഏതൊക്കെയാണ്, നമ്മൾ പറഞ്ഞു അറ്റ്. ഏതൊക്കെയാണ്, എയും ടിയും. ഏത് ബോണ്ടായിരുന്നു, അറ്റിന് അത്ര വലിയ ബോണ്ടില്ല. ഏതൊക്കെ ബോണ്ടാണ്, ഡബിൾ ബോണ്ടാണ്. ഓക്കെ, അടുത്ത ഏതൊക്കെയാണ്, ജിയും സിയും തമ്മിലാണ്. ഓക്കെ, ഗോനിനും സൈറ്റോസിനും ഏത് ബോണ്ടാണ്, ട്രിപ്പിൾ ബോണ്ടാണ്. ഓക്കെ, അഡിനും തൈമും ഗോനും സൈറ്റോസിന്റെ ഫുൾ ഫോം. ഓക്കെ, ആ നെയിം ഫുള്ളായിട്ട് എന്ത് എഴുതാൻ നന്നായിട്ട് പഠിച്ചിരിക്കണം. ഹൂ പ്രസന്റ് ദ ഡബിൾ ഹെലിക് മോഡൽ ഓഫ് DNA. ആരാണ്, 2 വ്യക്തികളായിരുന്നു. ആരൊക്കെയായിരുന്നു, ആലോചിച്ചിട്ട് എന്ത് ചെയ്യുക, എഴുതിയേ. കിട്ടിയോ, ഫ്രാൻസിസ് ക്രിക്കും ജെയിംസ് വാട്സണും ആയിരുന്നു അല്ലേ ആ വ്യക്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോഴും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കണ്ടിന്യൂസ് വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുക, ഷെയറിംഗ് ഒക്കെ വരുന്ന ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും തുടർ വീഡിയോസ് ഉണ്ടായിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, 10th ഇനിയും ഇതേപോലത്തെ വീഡിയോസ് വേണം, ഈ പാഠഭാഗത്തിൻ്റെ വേറെ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ചാപ്റ്റേഴ്സാണ് ആവശ്യമുള്ളത്, അങ്ങനെ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും എന്ത് ചെയ്യുക, ഇതേപോലെ മെൻഷൻ ചെയ്യുക. ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ആനിമേഷൻസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ രസകരമായിട്ട് അത് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ശരി, ബൈ.